Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Microprocessors and Microcontrollers സബ്ജക്റ്റിലെ മൊഡ്യൂൾ 6ൽ വരുന്ന ടോപ്പിക് ആണ് Programmable Interval Timer 8253 or 8254. Okay. അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് okay 8253 8254 ഫീച്ചേഴ്സ് അതുപോലെ തന്നെ 8254 ആർക്കിടെക്ചർ then programming the 8253 or 54 അതുപോലെ modes of operation ഇതൊക്കെയാണ് നോക്കേണ്ടത്. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 8253 അതുപോലെ 8254 അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഏതൊരു മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താലും അവിടെ വരുന്ന ഒരു കോമൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടൈം ഡിലേസ് ആണ്. അപ്പോൾ ഈ ഒരു കോമൺ പ്രോബ്ലം 8253 or 54 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. The 8253 or 54 solve one of the most common problem in any microcomputer system, the generation of accurate time delays under software control. Okay. അപ്പോൾ നോർമൽ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിൽ എന്ത് ചെയ്യാണ്, ഒരു ടൈമിംഗ് ലൂപ്സ് കൊടുക്കുകയാണ്. അപ്പം അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടൈം ഡിലേസിനൊക്കെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷേ 8253 അവിടെ അതുപോലെ തന്നെ 54 ഓക്കെ 8253 or 54 ഇവിടെ എന്ന് പറഞ്ഞാൽ കൗണ്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കൗണ്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കൗണ്ടേഴ്സ് എന്ത് ചെയ്യാണ്, അതായത് ഡിലേസ് ഒക്കെ ഓക്കെ ഈ ടൈം ഡിലേസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെറ്റിംഗ് അപ്പ് ടൈമിംഗ് ലൂപ്സ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, the programmer configures the 8253 or 54 to match his requirements, initializes one of counters of the 8253 or 54 with the desired quantity. Then upon command, the 8253 or 54 will count down the delay and interrupt the CPU when it has completed its task. Okay. Then it is easy to see that the software overhead is minimum and that multiple delays can be easily maintained by assignment of priority levels. അപ്പോൾ 8253 അതുപോലെ 54 3 ഐഡന്റിക്കൽ 16-bit കൗണ്ടേഴ്സ് ആണ് വരുന്നത് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ അതിൽ കൗണ്ടേഴ്സിന് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ കൗണ്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാന്നാണ് നോക്കേണ്ടത്. To operate a counter, a 16-bit count is loaded in its register and on command, it begins to decrement the count until it reaches 0. Then, at the end of the count, it generates a pulse that can be used to interrupt the CPU. Okay. Then, the counter can count either in binary or BCD. In addition, a count can be read by the CPU while the counter is decrementing. അപ്പോൾ അതിൽ 8253 അതുപോലെ 54ൻ്റെയും പിൻ കോൺഫിഗറേഷൻ ഓക്കെ അപ്പോൾ അതൊക്കെ എന്താ സിമിലർ ആണ് ശരിക്കും. ദി ഫങ്ഷനിങ് ഓഫ് ദീസ് ടു ഐസീസ് ആർ ഓൾമോസ്റ്റ് സിമിലർ അലോങ് വിത്ത് ദി പിൻ കോൺഫിഗറേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ഡിഫറൻസ് ആണ്. രണ്ടിലും വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് രണ്ടിലും വരുന്ന ഡിഫറൻസസ് ആണ്. ഇതുവരെ എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ അപ്പോൾ 8253 അതുപോലെ 8254. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 8253 ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 to 2.6 MHz ആണ്. 8254 ആകുമ്പോൾ 0 to 10 MHz ആണ് വരുന്നത്. ഇനി 8253 NMOS ടെക്നോളജിയും 8254 HMOS ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. 8253 റീഡ് ബാക്ക് കമാൻഡ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല, പക്ഷേ 8254 ആണെങ്കിൽ റീഡ് ബാക്ക് കമാൻഡ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. ഇനി 8253 reads and writes of the same counter cannot be interleaved. Okay. പക്ഷേ 8254 ആകുമ്പോൾ എന്താവുന്നുണ്ട്, interleaved ആവുന്നുണ്ട്. Okay. Reads and writes of the same counter can be interleaved. Okay. ഇതാണ് അതിൽ വരുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. Then ഇനി വരുന്നത് ഫീച്ചേഴ്സ് ഓഫ് 8253 or 8254 ആണ്. അപ്പം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് 3 ഇൻഡിപെൻഡൻറ്റ് 16-bit down കൗണ്ടേഴ്സ് വരുന്നുണ്ട്. Then it can handle input from DC to 10 MHz. ഇനി ഇപ്പോൾ 3 കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. 3 counters can be programmed for either binary or BCD count. അതുപോലെ it is compatible with almost all microprocessors. ഇനി 8254 has a powerful command called readback command. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസിൽ കണ്ടല്ലോ.
which allows the user to check the count value, അതുപോലെ the program mode, the current mode and the current status of the counters. Okay, ഇതാണ് അതിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. Then ഇനി നമുക്ക് നോക്കേണ്ടത് 8254 ആർക്കിടെക്ചർ ആണ്. അപ്പോൾ അതിൽ ഇതാണ് അതിന്റെ ഒരു ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൽ in the figure there are 3 counters അല്ലേ, counter 0, counter 1, counter 2 അങ്ങനെ 3 counters ഉണ്ട്. അതുപോലെ ഡാറ്റ ബസ് ബഫർ വരുന്നുണ്ട്. ദെൻ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്, അതുപോലെ തന്നെ കൺട്രോൾ രജിസ്റ്റർ വരുന്നുണ്ട്. ഇനി കൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ 2 ഇൻപുട്ട് സിഗ്നൽസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്? ക്ലോക്ക്, അതുപോലെ തന്നെ ഗേറ്റ്. ഓക്കെ, അതുപോലെ 1 ഔട്ട്പുട്ട് സിഗ്നൽ ആണ് വരുന്നത്. അതാണ് ഔട്ട് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൗണ്ടർ 0 ആണെങ്കിൽ ക്ലോക്ക് 0, ഗേറ്റ് 0 രണ്ട് ഇൻപുട്ട് വന്നു. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട് 0 അല്ലേ. ദെൻ കൗണ്ടർ 1 ആവുമ്പോൾ ക്ലോക്ക് 1, ഗേറ്റ് 1 രണ്ട് ഇൻപുട്ട് സിഗ്നൽ ആണ്. ദെൻ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഔട്ട് 1. അതുപോലെ തന്നെ കൗണ്ടർ 2. ഓക്കെ, ഇനി അപ്പോൾ അതിലെ ഓരോ കമ്പോണൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡാറ്റ ബസ് ബഫർ ആണ്. അപ്പോൾ എന്ന് പറയുന്നത് ട്രൈ സ്റ്റേറ്റ് ആണ്, ബൈ ഡയറക്ഷണൽ ആണ്, അതുപോലെ 8-bit ബഫർ ആണ്, which is used to interface the 8253 or 54 to the system database. Okay, ഇനി it has 3 basic functions. എന്തൊക്കെയാണ്? Programming the modes of 8253 or 54, അതുപോലെ loading the count registers, then reading the count values. Then read or write logic. അപ്പോൾ അതിൽ 5 signals ആണ് വന്നിരുന്നത് അല്ലേ. ആ ഒരു ബ്ലോക്കിൽ 5 signals ആണ് വരുന്നത്. എന്തൊക്കെയാണ്? റീഡ്, റൈറ്റ്, CS എന്ന് പറയുന്നത് ചിപ്പ് സെലക്ട് എന്നാണ്, and the address lines A0 and A1. അപ്പോൾ അതിൽ in the peripheral IO mode ആണെങ്കിൽ റീഡ് റൈറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇനി in the memory mapped IO mode ആണെങ്കിൽ എന്ത് ചെയ്യാണ്? These are connected to memory read and memory write. Okay, ഇനി address lines A0 and A1 of the CPU are connected to lines A0 and A1 of the 8253 or 54, and CS is tied to a decoded address. The control word register and counters are selected according to the signals on lines A0 and A1. Okay, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 8254ന്റെ ഒരു പിൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, A0 അതുപോലെ തന്നെ A1 യൂസ് ചെയ്തിട്ടാണ് കൗണ്ടേഴ്സ് അതുപോലെ തന്നെ കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നുള്ള കേസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ A1 A0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 0 ആണെങ്കിൽ കൗണ്ട് 0 സെലക്ട് ചെയ്യും, 01 ആണെങ്കിൽ കൗണ്ട് 1 സെലക്ട് ചെയ്യും, 10 വരുമ്പോൾ കൗണ്ട് 2 സെലക്ട് ചെയ്യും, 11 ആണെങ്കിൽ കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് കൺട്രോൾ വേർഡ് രജിസ്റ്റർ. അപ്പോൾ കൺട്രോൾ വേർഡ് രജിസ്റ്റർ എസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? A0 A1 എന്ന് പറയുന്നത് ലോജിക് 1 ആകുമ്പോഴാണ് അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് എ കമാൻഡ് വേർഡ് which specify the counter to be used, binary or BCD അല്ലേ. Its mode and either a read or write operation. ഇനി വരുന്നത് കൗണ്ടേഴ്സ് ആണ്. അപ്പോൾ 3 കൗണ്ടേഴ്സ് ആണ് വരുന്നത്. ഇനി ഓരോ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 16-bit pre-settable down കൗണ്ടേഴ്സ് ആണ്. ഇനി കൗണ്ടേഴ്സ് can operate in either binary or BCD. അതുപോലെ its input, gate and output are configured by the selection of modes stored in the control word register. നമുക്ക് modes of operation നമുക്ക് നോക്കാം. ഇനി ഓരോ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ തന്നെ പ്രോഗ്രാമറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 കൗണ്ടേഴ്സിൽ നിന്നും കണ്ടന്റ്സ് എല്ലാം റീഡ് ചെയ്തെടുക്കാൻ പറ്റും. The programmer can read the contents of any of the 3 counters without disturbing the actual counting process. Then ഇനി നോക്കേണ്ടത് ഓപ്പറേഷണൽ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അതിൽ പ്രോഗ്രാമിംഗ് ദി 8253 or 54. ഓക്കെ, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, each counter of the 8253 or 54 is individually programmed by writing and control word into control word register. അതായത് A0 A1 ഉള്ളത് 11 ആക്കി സെറ്റ് ചെയ്ത അല്ലേ, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ അതിൻ്റെ കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ഫിഗർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഓരോ ബിറ്റ്സും ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ആണ് ഫസ്റ്റ് D0 to D7 ആ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ ബിറ്റ്സ്
SC1, SC0. ഈ രണ്ട് ബിറ്റ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കൗണ്ടർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 0, 0 ഇപ്പോൾ SC1, S0, 0, 0 ആണെങ്കിൽ കൗണ്ടർ 0 സെലക്ട് ചെയ്യും, 0, 1 ആണെങ്കിൽ കൗണ്ടർ 1 സെലക്ട് ചെയ്യും, 1, 0 ആണെങ്കിൽ കൗണ്ടർ 2 സെലക്ട് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത രണ്ട് ബിറ്റ്സ് എന്ന് വെച്ചാൽ RW1 അതുപോലെ RW0, അതായത് റീഡ് ഓർ റൈറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെലക്ട് ദി റീഡ്, റൈറ്റ് ഓർ ലാച്ച് കമാൻഡ്. അപ്പോൾ RW1, RW0 ആ ടേബിൾ നോക്കുമ്പോൾ 0, 0 ആണെങ്കിൽ കൗണ്ടർ ലാച്ച് കമാൻഡ് ആണ് സെലക്ട് ചെയ്യുന്നത്, 0, 1 ആണെങ്കിൽ റീഡ് ഓർ റൈറ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ഓൺലി, അതുപോലെ 1, 0 ആണെങ്കിൽ റീഡ് ഓർ റൈറ്റ് മോർ സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ഓൺലി, 1, 1 ആണെങ്കിൽ റീഡ് ഓർ റൈറ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ഫസ്റ്റ്, പിന്നെ എന്ത് ചെയ്യാണ് ദെൻ മോർ സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്. അങ്ങനെയാണ് വരുന്നത്. ഇനി വരുന്നത് M0, M1, M2 അങ്ങനെ 3 ബിറ്റ്സ് വരുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 0, 0, 0 വന്നാൽ മോഡ് 0 സെലക്ട് ചെയ്യും, 0, 0, 1 ആണെങ്കിൽ മോഡ് 1 സെലക്ട് ചെയ്യും. അങ്ങനെ 5 മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതായത് മോഡ് 0 to മോഡ് 5 ആ ഒരു ടേബിൾ കണ്ടല്ലോ. അപ്പോൾ ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഈ 3 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇനി വരുന്ന ബിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BCD ആണ്. BCD ബിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് എൻ BCD കൗണ്ടർ ഓർ ബൈനറി കൗണ്ടർ. അപ്പോൾ BCD ബിറ്റിൽ 0 ആണ്, 0 ആണെങ്കിൽ ബൈനറി കൗണ്ടർ ആണ്, അതായത് 16 ബിറ്റ് ബൈനറി കൗണ്ടർ ആണ്, 1 ആണെങ്കിൽ BCD കൗണ്ടർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് റീഡ് അതുപോലെ തന്നെ റൈറ്റ് ഓപ്പറേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റൈറ്റ് ഓപ്പറേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് എ കൺട്രോൾ വേർഡ് ഇൻ ടു കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, അതായത് ലോ ഓർഡർ ബൈറ്റ് ആണ് ഫസ്റ്റ് കൗണ്ടർ രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ലോഡ് ദി ലോ ഓർഡർ ബൈറ്റ് ഓഫ് ആൻഡ് കൗണ്ട് ഇൻ ദി കൗണ്ടർ രജിസ്റ്റർ. ദെൻ എന്ത് ചെയ്യാണ്, ഹൈ ഓർഡർ ബൈറ്റിനെ പ്ലേസ് ചെയ്യാണ്. ലോഡ് ദി ഹൈ ഓർഡർ ബൈറ്റ് ഓഫ് കൗണ്ട് ഇൻ ദി കൗണ്ടർ രജിസ്റ്റർ. ഓക്കെ, ഇനി വരുന്നത് റീഡ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ റീഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് വാല്യൂസ് റീഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ ഇൻ സം ആപ്ലിക്കേഷൻ എസ്പെഷ്യലി ഇൻ ഇവന്റ് കൗണ്ടേഴ്സ് ഇറ്റ് ഈസ് നെസസറി ടു റീഡ് ദി വാല്യൂ ഓഫ് ദി കൗണ്ട് ഇൻ പ്രോസസ്. അപ്പോൾ ഇവിടെ 3 പോസിബിൾ മെത്തേഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ സിമ്പിൾ റീഡ് ഉണ്ട്. സിമ്പിൾ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, കൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതായത് റീഡ് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് 2 ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് അല്ലേ, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കൗണ്ടറിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, കൗണ്ടറിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്തെടുക്കുകയാണ്. അതാണ് സിമ്പിൾ റീഡിൽ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് റീഡിംഗ് എ കൗണ്ട് ആഫ്റ്റർ inhibiting the counter by controlling the gate input or the clock input of the selected counter. Okay, and 2 IO read operations are performed by the CPU. അതിൽ എന്താണ് ഈ 2 IO read operation വെച്ചാൽ, ഫസ്റ്റ് IO operation എന്ന് പറഞ്ഞാൽ read the low order byte. Okay, the second IO operation എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, higher order byte അല്ലേ, read the high order byte നെ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ദെൻ റീഡ് ഓപ്പറേഷനിൽ രണ്ടാമത് വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കൗണ്ടർ ലാച്ച് കമാൻഡ് ആണ്. ഓക്കെ, ഇൻ ദി സെക്കൻഡ് മെത്തേഡ് ആൻ അപ്രോപ്രിയേറ്റ് കൺട്രോൾ വേർഡ് ഈസ് റിട്ടേൺ ഇൻ ടു ദി കൺട്രോൾ രജിസ്റ്റർ ടു ലാച്ച് ആൻഡ് കൗണ്ട് ഇൻ ദി ഔട്ട്പുട്ട് ലാച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെയും 2 IO read operations are performed by the CPU. നേരത്തെ സെയിം തന്നെയാണ്, അതായത് ഫസ്റ്റ് IO read ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ, അതായത് റീഡ് ദി ലോ ഓർഡർ ബൈറ്റ്. Then second IO operation എന്ന് പറഞ്ഞാൽ read the high order byte. ഇനി മൂന്നാമത് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ read back command ആണ്. The third method uses the read back command. അതിൽ this command allows the user to check the count value, program mode and current status of the out pin and null count flag of the selected counters. Okay, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. Figure show the format of the control word register for readback command. Okay, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. The readback command may be used to latch multiple counter output latches by setting the count with D5 equal to 0 and selecting the desired counter. അപ്പോൾ ഓരോ കൗണ്ടേഴ്സിലും എന്ത് വരെയാണ്, ലാച്ച് കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ലാച്ച് കൗണ്ട് എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്നത് വരെ, ഓക്കെ, റീഡ് ചെയ്യുന്നത് വരെ ഈ ലാച്ച് കൗണ്ട്
കൗണ്ടേഴ്സിൽ ഉണ്ടായിരിക്കും. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താവും അൺലാച്ച്ഡ് ആവാണ്. അതാണ് പറയുന്നത് ഈച്ച് കൗണ്ടേഴ്സ് ലാച്ച് കൗണ്ട് ഇൻ ഹെൽഡ് അണ്ടിൽ ഇറ്റ് ഈസ് റീഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഓർ ദി കൗണ്ടർ ഈസ് റീപ്രോഗ്രാം. ഓക്കെ, ദാറ്റ് കൗണ്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി അൺലാച്ച്ഡ് വെൻ റീഡ്. Then ഇനി വരുന്നത് ഇന്റർലീവ്ഡ് റീഡ് ആൻഡ് റൈറ്റ്. Another feature of the 8254 is that reads and write of the same counter may be interleaved. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറയാണ്. ഫോർ എക്സാമ്പിൾ ഇഫ് ദി കൗണ്ടർ ഈസ് പ്രോഗ്രാം ഫോർ ദി 2 byte counts, അങ്ങനെയാണെങ്കിൽ ദി ഫോളോയിങ് സീക്വൻസ് ഈസ് വാലിഡ്. എന്തൊക്കെയാണ്? അതായത് റീഡ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്, അതുപോലെ റൈറ്റ് ന്യൂ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്, റീഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്, അതുപോലെ റൈറ്റ് ന്യൂ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, അതായത് M0, M1 അതുപോലെ M2 അല്ലേ, ആ 3 ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഏത് മോഡാണെന്നുള്ളത് സെലക്ട് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു 0 മോഡ് 0 to മോഡ് 5 ആണ് നമ്മൾ ആ ടേബിളിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ മോഡ് 0 എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്, അതുപോലെ മോഡ് 1 എന്ന് പറയുന്നത് ഹാർഡ്വെയർ റീട്രിഗറബിൾ വൺ ഷോട്ട്, ദെൻ മോഡ് 2 റേറ്റ് ജനറേറ്റർ, മോഡ് 3 സ്ക്വയർ വേവ് മോഡ്, മോഡ് 4 സോഫ്റ്റ്വെയർ ട്രിഗേർഡ് മോഡ് ആൻഡ് മോഡ് 5 ഹാർഡ്വെയർ ട്രിഗേർഡ് മോഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ മോഡ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 8253 ഓർ 54ലെ ഫീച്ചേഴ്സ്, അതുപോലെ അതിൻ്റെ കോമൺ ഡിഫറൻസസ്, അതുപോലെ ആർക്കിടെക്ചർ അല്ലേ, അതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നോക്കണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.